ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലാമീസ് ബ്യൂട്ടിക്. മെഷർമെൻ്റ് എടുക്കാൻ അറിയാത്തവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് ഒരു നൈറ്റിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് എങ്ങനെ എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ 3 മീറ്റർ തുണിയാണ് നൈറ്റിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. സാധാരണയായിട്ട് നോർമൽ സൈസിലുള്ള നൈറ്റി തയ്ക്കാൻ നമുക്ക് 3 മീറ്റർ തുണി ധാരാളമാണ്. തുണി നമുക്ക് നമ്മുടെ അളവിനനുസരിച്ച് നിങ്ങൾ നല്ല വണ്ണമുള്ള ആളുകളാണെങ്കിൽ നമുക്ക് 3.5-4 മീറ്റർ തുണിയൊക്കെ മുറിച്ചെടുക്കേണ്ട ഇതുണ്ടാവും. ഇപ്പോൾ നൈറ്റി തുണിയെ നീളത്തിൽ മടക്കിയെടുത്തിട്ട് അതിനെ പകുതിയാക്കിയിട്ട് മടക്കുക. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നൈറ്റി തുണിയെ നീളത്തിൽ മടക്കുക, വീണ്ടും അതിനെ പകുതിയാക്കി മടക്കുക. ഫോൾഡുള്ള ഭാഗം നമ്മുടെ വശത്താക്കി വെക്കുക, ഓപ്പൺ സൈഡ് നേരെ ഓപ്പോസിറ്റും ആക്കി വെക്കുക. അതിനുശേഷം നൈറ്റി വേണമെങ്കിൽ നീളം നോക്കാം. നൈറ്റി തുണി ഞാനെടുത്ത നൈറ്റി തുണി 58 സൈസാട്ടോ. അപ്പോൾ സാധാരണയായിട്ട് നമുക്ക് ഒരു 56 സൈസിലുള്ള നൈറ്റി നല്ല ഉഷാറായിട്ട് തയ്ച്ചെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫുൾ കൈ നൈറ്റിയാണ് ഇതിൽ തയ്ക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണണം. ഇനി ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, ടേപ്പൊക്കെ കണ്ടാലും ബേജാറാവണ്ട. ടേപ്പ് മെഷർമെൻ്റ് എടുക്കാതെ തന്നെയാണ് നമ്മൾ നൈറ്റി തയ്ക്കുന്നത്. നമ്മുടെ പഴയ ഒരു നൈറ്റി എടുത്തിട്ടുണ്ട്, അതിനെ പകുതിയാക്കിയിട്ട് വെച്ചിട്ട് നല്ല ഫിനിഷിങ്ങിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നൈറ്റി തുണിയുടെ മുകളിൽ നല്ല വൃത്തിക്ക് വെച്ച് കൊടുക്കുക. ശേഷം നമുക്ക് അതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് നോക്കാം. നൈറ്റിയുടെ ഷോൾഡർ എത്രയാണ് നമ്മൾ അളവെടുത്തിരുന്നെന്ന് വെച്ച് നോക്കുക കേട്ടോ. കറക്റ്റിൽ നൈറ്റി നമ്മൾ വെച്ചിരിക്കണം. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ. പിന്നീട് നമ്മൾ അളവ് മാറിപ്പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ അളവാണ് എടുക്കുന്നത്. അപ്പോൾ ഷോൾഡർ ഞാൻ എടുത്തത് 8 ഇഞ്ചാണ്. അത് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. ശേഷം അതിൻ്റെ ആം ഹോള് അടയാളപ്പെടുത്തണം. അപ്പോൾ ആം ഹോളിൻ്റെ ഭാഗത്ത് നമ്മുടെ പഴയ നൈറ്റിയുടെ ആം ഹോളിൻ്റെ ഭാഗത്ത് എത്രയാണെന്നുള്ളത് നോക്കുക, അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതിൽ ആം ഹോള് 8 വന്നിട്ടുള്ളത്. ശേഷം നമ്മുടെ ഇതിൻ്റെ സ്ലീവ് ഒന്ന് മറിച്ച് കൊടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ സ്ലീവ് അറ്റാച്ച് ചെയ്ത ഭാഗത്തൂടെ മെല്ലെ ചോക്ക് കൊണ്ടൊന്ന് അങ്ങനെ വരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ യഥാർത്ഥ പോയിൻ്റ് നമുക്ക് മനസ്സിലാവും. ആം ഹോൾ നല്ല കൃത്യമായിട്ട് നമുക്ക് വരയ്ക്കാൻ കഴിയും. ഷോൾഡർ വരെ നമുക്കങ്ങനെ വരച്ചെടുക്കാം. ശ്രദ്ധിക്കുക, നിങ്ങൾ നൈറ്റി നല്ല വൃത്തിക്ക് പിടിക്കണം. ചുളിവുകളുണ്ടെങ്കിൽ നമ്മുടെ അളവിൽ വ്യത്യാസം വരും. ശരിക്കും കൃത്യമായിട്ട് ചോക്ക് കൊണ്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗം അടയാളപ്പെടുത്തിക്കൂടാം. നമ്മൾ കറക്റ്റ് ഷേപ്പ് ആയിരിക്കണം നമ്മുടെ നൈറ്റി. അതിനുശേഷം നമുക്ക് ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് സീം അലവൻസ് വെച്ചിട്ട് നമുക്കതിന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക കേട്ടോ. അങ്ങനെ അടിഭാഗം വരെ അത് വരച്ചെടുക്കുക. മൊത്തമായിട്ട് അടിഭാഗം വരെ അങ്ങനെ വരച്ചെടുക്കുക. എപ്പോഴും നമ്മൾ നൈറ്റിയുടെ അടിഭാഗത്ത് പരമാവധി വീതി കൊടുത്തിട്ട് വരച്ചെടുക്കാൻ ശ്രമിക്കണം. എങ്കിലേ ആ നൈറ്റിക്ക് ഒരു വൃത്തി കിട്ടുള്ളൂ കേട്ടോ. ഇടുമ്പോൾ നമ്മളെ ഷേപ്പിൽ അടിഭാഗം അത്യാവശ്യം വലുപ്പത്തിൽ കാണുമ്പോഴാണ് അതൊരു നല്ല ഭംഗിയിൽ വരിക കേട്ടോ. നൈറ്റിയുടെ അടിവശത്ത് 1 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ട് കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. നമുക്ക് മടക്കി തയ്ക്കാൻ ആവശ്യമായ സീം അലവൻസ് കൊടുക്കണം. അതിനുശേഷം അവിടെ കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. 1 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ നമുക്ക് പരമാവധി കൊടുക്കാം. അടിഭാഗം ശ്രദ്ധിക്കുക. എല്ലാധികം നൈറ്റിയും അത്യാവശ്യം 56 സൈസിലാണ് നമ്മൾ റെഡിമെയ്ഡ് നൈറ്റിയൊക്കെ വരിക. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾ വരച്ചെടുക്കുക. അതിനുശേഷം ഇനി നമുക്ക് നെക്കിൻ്റെ പരിപാടി തുടങ്ങാം. നെക്കിന് നമ്മൾ ഷോൾഡർ എടുക്കുന്നത് 8 ഇഞ്ചാണല്ലോ അല്ലേ. സാധാരണയായിട്ട് കഴുത്തിൻ്റെ അകലം വരൽ 3 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 3 ഇഞ്ച് കഴുത്തിൻ്റെ അകലം കൊടുക്കുക, അത് അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ ബാക്ക് നെക്ക് അടയാളപ്പെടുത്തണം. ബാക്ക് നെക്ക് എടുക്കുന്നത് 3 ഇഞ്ചാട്ടോ. 3 ഇഞ്ചിൽ ബാക്ക് നെക്കും അടയാളപ്പെടുത്തി കൊടുക്കുക. ഫ്രണ്ട് നെക്ക് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നില്ല, കാരണം ഫ്രണ്ട് നെക്കിൽ ഞാൻ ക്യാൻവാസ് നെക്കാണ് ഉപയോഗിക്കുന്നത്. അതാവും നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റിയതൊന്ന് അതാണ്. പല ഡിസൈനിലുള്ള ക്യാൻവാസ് നെക്കുകൾ നമുക്ക് ബട്ടൺ ഹൗസിലൊക്കെ പോയാൽ കിട്ടുന്നതാണ്. കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഈ നെക്കുകൾ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് ഉപയോഗിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് കഴിയും.
അപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ 3 ഇഞ്ചാണ് എടുക്കുന്നത് പറഞ്ഞല്ലോ. ആ 3 ഇഞ്ച് ബാക്ക് നെക്കിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ടത് സ്ക്വയർ ചെയ്തിട്ട് കർവ് ചെയ്ത് വരച്ചെടുക്കുക. ശേഷം ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ചിന് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. അപ്പോൾ നമുക്ക് നൈറ്റിക്ക് ഒരു ഫിനിഷിങ്ങിന് നൈറ്റി ഒരു ഭാഗം തൂങ്ങൽ അതൊക്കെ ഒഴിവാക്കാൻ ഈ സ്ലോപ്പ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് സാധിക്കും. ശേഷം നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ 4 ഭാഗമാക്കിയിട്ടാണല്ലോ നൈറ്റി മടക്കിയെടുത്തത്. അപ്പോൾ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ രണ്ട് നെക്കും കൂടി ഒരുമിച്ച് കട്ട് ചെയ്യരുത്. ആദ്യം തുണി നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം ബാക്ക് നെക്ക് മാത്രം കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട് നെക്കിൽ നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യുമ്പോൾ ആദ്യം 2 പീസാക്കണം. നൈറ്റിയെ 2 പീസാക്കി കഴിഞ്ഞതിന് ശേഷം ബാക്ക് നെക്ക് മാത്രം എടുത്ത് അത് കട്ട് ചെയ്ത് കൊടുക്കുക. ഒന്നിച്ച് കട്ട് ചെയ്ത് നമുക്ക് ക്യാൻവാസ് നെക്ക് വെക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ചെയ്തതിൻ്റെ ശേഷം ബാക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ കട്ടിങ് കഴിഞ്ഞ് നമുക്ക് ഇതിനുള്ള ആവശ്യമായ സ്ലീവും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾഡ് നൈറ്റിയുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് നോക്കുക. അതിൻ്റെ സ്ലീവിന് അനുസരിച്ച് നമുക്ക് ഇതും കട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഇപ്പോൾ നൈറ്റി കട്ട് ചെയ്തതിൻ്റെ ആ സൈഡിലുള്ള എക്സ്ട്രാ പീസ് എടുത്തിട്ടാണ് അതിൽ നിന്നാണ് നമ്മൾ സ്ലീവിന് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആം ഹോൾ വെച്ച് അതേ അളവ് തന്നെ നമ്മുടെ നൈറ്റിയുടെ സ്ലീവിൻ്റെ ഫസ്റ്റ് പാർട്ട് നമുക്ക് അവിടെ നിന്ന് എടുക്കാം. അപ്പം അതിൻ്റെ നമ്മുടെ നൈറ്റിയുടെ ലെങ്ത്ത് നോക്കുക. അതിൽ ഉള്ളത് 8 ഇഞ്ചാണ് അതിൻ്റെ വീതി വരുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ ഭാഗത്തെ വീതി നോക്കുക. ഇതിൽ 6 ഇഞ്ചാണ്. അപ്പോൾ 6 ഇഞ്ചിനോട് നമ്മൾ സീം അലവൻസ് 1.5 ഇഞ്ചോട് കൂടിയിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. ശേഷം അവിടെ ഒന്ന് വരച്ചെടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ സ്ലീവിൻ്റെ ഫസ്റ്റ് പാർട്ട് നമുക്ക് കിട്ടും. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ പാർട്ടുകൾ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഫുള്ളായിട്ട് നമുക്ക് ഫുൾ ലെങ്ത്ത് അറ്റാച്ച് ചെയ്യാത്ത പീസ് നമുക്ക് ഇതിൽ നിന്നും സ്ലീവിനായിട്ട് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള നീളത്തിന് നമുക്ക് ഇതിൽ നിന്ന് ഓരോ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്കി വരുന്ന സൈഡിലുള്ള പീസ് ഇതേ വലുപ്പത്തിൽ വെച്ചിട്ട് നമുക്ക് അതിനെയും ഒരുപോലെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് നീളം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മളെടുത്ത് കട്ട് ചെയ്യുന്ന തുണി അളവുകൾ ഒരുപോലെ ആയിരിക്കണം. ചെരിഞ്ഞും വളഞ്ഞും ആയാൽ അതിൻ്റെ നൈറ്റിയുടെ വൃത്തി നമുക്ക് കിട്ടില്ല. 2 കൈ സ്ലീവിൻ്റെയും ലെങ്ത്ത് വ്യത്യാസപ്പെടും. അപ്പോൾ നമ്മൾ സൈഡിലെ പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരേ അളവിൽ കട്ട് ചെയ്യാൻ ശ്രമിക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യമായ ലെങ്ത്തിനനുസരിച്ച് ഈ സൈഡിലെ പീസ് വെച്ചിട്ട് നമുക്ക് സ്ലീവിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം.
ഇതിൽ എനിക്ക് 2 ഭാഗത്തും 2 ഇഞ്ച് കൊടുക്കാനുള്ള വീതി എക്സ്ട്രാ പീസിൽ കിട്ടിയുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് ഞാൻ നൈറ്റിയെ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത്. ഒരുപാട് വില കൂടിയ നൈറ്റി തുണികളൊക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു വലിയ പീസ് കൊണ്ട് തന്നെ നൈറ്റിയുടെ സ്ലീവ് തയ്ച്ചെടുക്കാൻ കഴിയും. ഈ ഒരു ക്യാൻവാസാണ് ഞാൻ ഫ്രണ്ട് നെക്കിൽ വെച്ച് കൊടുക്കുന്നത്. ഇതിൽ സിബ് ഉപയോഗിക്കുന്നില്ല. സിബ് ആണെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. ഈ സിബ് വെക്കുന്ന മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഫ്രണ്ട് നെക്കാണ് തയ്ച്ചെടുക്കുന്നത്. ഫ്രണ്ട് നെക്കിൻ്റെ നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ ചീത്ത വശം എടുക്കുക. ക്യാൻവാസ് നെക്കിൻ്റെ നല്ല വശം കൂടി ചേർത്ത് വെക്കുക. അതിന് മുന്നായിട്ട് ക്യാൻവാസ് നെക്കിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി സെൻറ്ററിലൊന്ന് മടക്കിയിട്ട് അവിടെ ചെറിയൊരു കട്ടിങ് കൊടുക്കുകയാണ്. അതുപോലെ നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ സെൻറ്റർ പോയിൻ്റ് അറിയാൻ വേണ്ടി അവിടെയും ചെറിയൊരു കട്ടിങ് കൊടുക്കാം. നിർബന്ധമില്ല, നിങ്ങൾക്ക് ബിഗിനേഴ്സിനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ നല്ല ചീത്ത വശത്ത് നമുക്ക് ക്യാൻവാസ് നെക്കിൻ്റെ നല്ല വശവും കൂടി ചേർത്തിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ വെച്ച് കൊടുക്കുക. സെൻറ്റർ പോയിൻ്റ് വളരെ കൃത്യമായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് സെൻറ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകും എന്ന സംശയമുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കതൊരു പിൻ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ വലിയൊരു സ്റ്റിച്ച് കൊടുത്തിട്ട് അവിടെ അത് അറ്റാച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് വളരെ നീറ്റിൽ തുണിയൊക്കെ എവിടെയും മടങ്ങി കിടക്കുന്നുണ്ടോ എന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വലിച്ചു പിടിച്ചിട്ട് നമ്മുടെ ഡിസൈനിൻ്റെ നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഉൾഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം നൈറ്റിയുടെ ചീത്ത വശവും ക്യാൻവാസ് നെക്കിൻ്റെ നല്ല വശവും കൂടിയാണ് ചേർത്തിട്ടാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഡിസൈനിനോട് തൊട്ട് ചാരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഡിസൈനിൽ തട്ടരുത്. ഡിസൈൻ തട്ടി കഴിഞ്ഞാൽ നമ്മുടെ ആ ഡിസൈന് പകുതി മറിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസൈന് തൊട്ടപ്പുറത്തായിട്ട് മൊത്തത്തിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പതുക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വലിച്ചു പിടിക്കാതെ. കർവ് നെക്കാണ് അല്ലെങ്കിൽ റൗണ്ട് നെക്കാണ്. അപ്പോൾ വളരെ നല്ല രീതിയിൽ പതുക്കെ ശ്രദ്ധിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ നടുഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റിൽ അളവിലാണോ നിൽക്കുന്നത് ആദ്യം ഉറപ്പ് വരുത്തുക. എന്നിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്യുക. ഒന്നെങ്കിൽ പിൻ ചെയ്തെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കവിടെ നടുവിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു വലിയ സ്റ്റിച്ച് കൊടുത്താൽ മതി. നെക്കിൻ്റെ പണി കഴിഞ്ഞിട്ട് നമുക്ക് ആ സ്റ്റിച്ചിങ് ഒഴിവാക്കി കളയാം. അല്ലെങ്കിൽ അത് എന്തായാലും നമ്മൾ കട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെ നമുക്ക് ഡിസൈനിൽ തട്ടാതെ മെല്ലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് നടുവിലോ ഡിസൈൻ ഇല്ലാത്ത ഭാഗം കണ്ടില്ല, അവിടെയാണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യേണ്ട ഭാഗം. അവിടെ നിങ്ങൾക്ക് സിബ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഈ നൈറ്റിയുടെ ചെറിയൊരു പീസ് അവിടെ ഒന്ന് മറക്കാൻ വേണ്ടിയിട്ട് അതും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, ഓപ്ഷനിലാണ്. മുഴുവനായും തയ്ച്ചു കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ഒരു 1/4 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് ഈ ക്യാൻവാസിനെ ഒന്ന് വെട്ടിക്കൊടുക്കുക കേട്ടോ. ശ്രദ്ധിക്കുക, സ്റ്റിച്ചിലൊന്നും കൊള്ളാതെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം. എന്നിട്ട് വെട്ടിയെടുക്കാവൂ. ശേഷം ചെറിയ ചെറിയ കട്ടിങ് കൊടുത്തിട്ട് അത് നെക്കിനെ നമുക്കൊന്ന് മറിച്ചിടാം.
ഈ ഡിസൈന് നമുക്ക് നൈറ്റിയുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് മറിച്ചിടുക. എന്നിട്ട് നല്ല വിരൽ കൊണ്ട് അല്ലെങ്കിൽ നഖം കൊണ്ടൊന്ന് അമർത്തി പിടിച്ചിട്ട് അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, പതിച്ചടി കൊടുക്കുക. ശേഷം ഇതിൻ്റെ സൈഡ് ഭാഗത്ത് വരുന്ന ആ ക്യാൻവാസിൽ വരുന്ന തയ്യൽ തുമ്പുകൾ ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ടൊരു 1/4 ഇഞ്ച് വെച്ചിട്ട് ബാക്കി എക്സ്ട്രാ പീസ് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും അവിടെ ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കുക. നെക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചിലത് വൈഡായിട്ട് ഒരുപാട് വൈഡായിരിക്കും. അപ്പോൾ നമുക്ക് കഴുത്ത് കുറേ ഇറങ്ങി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നെക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അനുസരിച്ചിട്ടുള്ള സൈസിലുള്ള നെക്കുകൾ തിരഞ്ഞെടുക്കുക. പതിച്ചടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഡിസൈനിൽ സ്റ്റിച്ച് കൊള്ളാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഡിസൈനിൽ സ്റ്റിച്ച് കൊണ്ടാൽ നമ്മുടെ ഡിസൈനെല്ലാം മറഞ്ഞിരിക്കും. അപ്പോൾ നമ്മുടെ ഉദ്ദേശിച്ച ആ ഫിനിഷിങ് നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നടുവിലെ ഭാഗത്ത് ഒന്നെങ്കിൽ നിങ്ങളുടെ നൈറ്റി പീസ് ചെറിയൊരു കട്ട് പീസ് എടുത്തിട്ട് അവിടെ നിങ്ങൾക്ക് മറച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് ബാക്ക് നെക്ക് ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്കിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്രോസ് പീസ് എടുത്തിട്ട് ബാക്ക് നെക്കിൻ്റെ നല്ല വശത്തേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം കൂടി ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം അത് എല്ലായ്പ്പോഴും നമ്മൾ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക. ഇങ്ങനെ തയ്ച്ച് വരുന്ന സമയത്ത് ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കണം. അങ്ങനെ കട്ടിങ് കൊടുക്കാത്ത അവസരത്തിൽ നമുക്കത് ചുരുണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കണം. എന്നിട്ടാണ് തിരിച്ചെടുത്ത് മടക്കി തയ്ക്കുക. ഒരു ഇഞ്ചിൽ അല്ലെങ്കിൽ 1/4 ഇഞ്ചിൽ 1/2 ഇഞ്ചിലേക്ക് നമുക്ക് ഇത് തയ്ച്ചെടുക്കാവുന്നതാണ്. ഇനി നൈറ്റിയുടെ ഫ്രണ്ടും ബാക്ക് ഭാഗം കൂടി നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ തയ്ച്ചു കൊടുക്കാം. അതിന് മുന്നേ നമ്മൾ ഷോൾഡറിൽ ചെറിയ കട്ട് പീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളയാം. നമ്മൾ നേരത്തെ ക്യാൻവാസ് വെച്ച ഭാഗത്തൊക്കെ വീതി എക്സ്ട്രാ ആയിട്ട് പുറത്തേക്ക് ഇരിക്കണമെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് ക്ലിയർ ആക്കി കൊടുക്കുക. അതിന് ശേഷം
നമുക്ക് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആം ഹോൾ സ്ലീവാണ് വെച്ച് കൊടുക്കേണ്ടത്. അതിന് മുന്നേ നമ്മുടെ സ്ലീവുകളൊന്ന് തമ്മിലുകൾ നമ്മൾ കട്ട് ചെയ്ത് പീസുകൾ തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ സ്ലീവിന് വേണ്ടി കട്ട് ചെയ്ത പീസുകളാണ്. അതിൻ്റെ എൻഡ് പൊസിഷനിൽ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് ഒരു പീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക. ശേഷം അതിന് പതിച്ചടി കൊടുക്കുക. ഇതുപോലെ നമ്മൾ എത്രയോ കട്ട് വെച്ച പീസുകളുണ്ടോ അതെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്ക് കഴിയുന്നത് ഫുൾ സ്ലീവ് നമുക്ക് ഇതിൽ നിന്നും കിട്ടും. ആദ്യം നമ്മൾ നല്ല വശങ്ങളും ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. ശേഷം അതിനെ പതിച്ചടിച്ച് കൊടുക്കുക. ഓരോ ഭാഗം ചെയ്യുമ്പോൾ തന്നെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് നമ്മളത് സ്ലീവൊക്കെ നമുക്ക് കൂട്ടി തയ്ക്കുന്ന സമയത്ത് സ്റ്റിച്ചിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. വീണ്ടും അത് തിരിച്ച് അടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡബിൾ സ്റ്റിച്ചൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. സ്ലീവിൻ്റെ പീസുകൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ സ്ലീവിൽ ലാസ്റ്റ് വരുന്ന പീസ് എടുക്കുമ്പോൾ അതിൻ്റെ തേരുവശമായിരിക്കണം അവസാനത്തിൽ. കാരണം അല്ലെങ്കിൽ നമുക്ക് മടക്കി തയ്ക്കേണ്ട ആവശ്യമുണ്ടാവും. ഇങ്ങനത്തെ തേരുവശം വരുന്ന ഭാഗത്താവുമ്പോൾ നമുക്ക് അവിടെ മടക്കി തയ്ക്കേണ്ട ആവശ്യകത ഇല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ വശം വരുന്ന ഭാഗം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അത് അവസാനത്തിൽ തന്നെ കൊടുക്കുക. അങ്ങനെ രണ്ട് സ്ലീവുകളും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇനി നമുക്ക് സ്ലീവുകളെ ആം ഹോളിൽ വെച്ച് കൊടുക്കണം. അങ്ങനെ നൈറ്റിയുടെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. സെൻറ്ററിൽ നിന്നാണ് നമുക്ക് ആദ്യം തയ്ച്ച് തുടങ്ങേണ്ടത്. സെൻറ്ററിൽ കൂടി നമുക്ക് അടിവശം വരെ തയ്ച്ച് കൊടുക്കുക. ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൂടി തയ്ച്ചെടുക്കുക. സ്ലീവുകളുടെ അറ്റാച്ചിന് ശേഷം നമുക്ക് നൈറ്റിയുടെ നമുക്കനുസരിച്ചുള്ള അളവിനനുസരിച്ച് നൈറ്റി ജോയിൻ ചെയ്ത് കൊടുക്കാം. ആദ്യം സ്ലീവിൻ്റെ ഭാഗത്തുനിന്ന് ജോയിൻ ചെയ്തിട്ട് അടിവരെ നൈറ്റിയുടെ അവസാനം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഷേപ്പ് കറക്റ്റ് അളവൊക്കെ ഒന്ന് ചോക്കൊണ്ട് കൊടുക്കുന്നത് നല്ലതാണ്. എന്നാൽ ഒരുപാട് വട്ടം തയ്ക്കണതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. അങ്ങനെ കറക്റ്റിൽ നൈറ്റിയൊക്കെ നല്ല രീതിയിൽ വലിച്ച് പിടിച്ചിട്ട് എവിടെയും തങ്ങി നിൽക്കില്ല എന്ന് ഉറപ്പി വരുത്തിയതിന് ശേഷം നമുക്ക് തയ്ച്ചെടുക്കാം.
ഹോളിൻ്റെ ഭാഗത്തൊക്കെ ഒരുപോലെ ഒരേ ലെവലിൽ വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്ക് അവസാനമായി നൈറ്റിയുടെ അടിവശം ഒന്ന് മടക്കി തയ്ക്കാം. നമ്മളെടുത്ത സീം അലവൻസിനനുസരിച്ച് നമുക്കത് ആദ്യത്തെ പ്രാവശ്യം ഉള്ളിലോട്ടൊന്ന് മടക്കി വീണ്ടും ഉള്ളിലോട്ട് മടക്കിയിട്ട് അതൊന്ന് തയ്ച്ചെടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ നൈറ്റി കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് പൂർത്തിയായി. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം, സംശയങ്ങളിൽ ചോദിക്കാം, വീഡിയോ ഷെയർ ചെയ്യണം. നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക് ഇതാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.